മതമാണ് വലുത്, തനിക്ക് രാജ്യത്തെക്കാളും സൈന്യത്തിൻ്റെ നിയമങ്ങളെക്കാളും എല്ലാം വലുത് മതമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മലയാളി സൈനിക ഉദ്യോഗസ്ഥനെ പുറത്താക്കിയല്ലോ. ശരിക്കും അതെന്താ? അതെ 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 അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. അത് ഡൽഹി ഹൈക്കോടതി ഇയാളെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കി ശരിവെച്ചു. അയാളുടെ പേര് സാമുവൽ കലേശൻ. ഇപ്പോൾ ചില ആളുകൾ ഓർത്ത് കാണും അത് ഒരു പ്രത്യേക പദക്കാരനായിരിക്കും. അങ്ങനെയൊന്നുമല്ല. ഇദ്ദേഹം സാമുവൽ കലേശൻ മിലിറ്ററി കമാൻഡറായിരുന്നു. 2017 മാർച്ചിൽ സൈന്യത്തിൽ എൻറോൾ ചെയ്താണ്. അന്ന് മുതൽ അദ്ദേഹം സൈന്യത്തിൻ്റെ എല്ലാ നിയമങ്ങളുമൊക്കെ പാലിച്ച് പോരുകയായിരുന്നു. പക്ഷേ 2017 മുതൽ അദ്ദേഹം കൈക്കൊണ്ടുവന്ന ചില രീതികൾ, സൈന്യം നിഷ്കർഷിക്കുന്ന ചില രീതികൾ അദ്ദേഹത്തിന് ഈ സ്ക്വാഡ്രൻ്റെ സിഖ് സ്ക്വാഡ്രൺ, സിഖുകാരും രജപുത്തുകളും മാത്രമുള്ള ഒരു സേനാ വിഭാഗത്തിൻ്റെ കമാൻഡറായിട്ട് സാമുവൽ കലേശൻ വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാനിപ്പോൾ കമാൻഡറൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഈ പട്ടാളം പറയുന്ന പോലെ ഒന്നും കേൾക്കാൻ പറ്റുകയില്ല, എൻ്റെ വിശ്വാസമാണ് വലുത്, എനിക്ക് എൻ്റെ മതമാണ് വലുത് എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം സൈനിക നടപടിയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു. ഇതാണ് കേസ്. എന്താണ് തയ്യാറാവാത്തതെന്ന് ചോദിച്ചാൽ, ഓരോ മതത്തിനും ഒരു മതപ്പരേഡ് ഉണ്ട് എന്ന് പറയാം. ആഴ്ചയിൽ ആരതി ഹവൻ എന്ന് പറയും, അല്ലെങ്കിൽ മന്ദിർ പരേഡ്. അതായത് സേനയുടെ ഭാഗമായിട്ട് സേന ഒരു മന്ദിർ, സേനയുടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ സാമുവൽ കലേശൻ്റെ സ്ക്വാഡ്രണിലുണ്ടായിരുന്ന ഒരു ഗുരുദ്വാരയും ഒരു ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ സേന ആഴ്ചയിൽ ഒരു ദിവസം എടുത്തിട്ട് ഒരു പരേഡാണ്, മന്ദിർ പരേഡ് എന്നതിന് പേര്. ആ പരേഡ് നടത്തണം. പരേഡ് നടത്തിയിട്ട് മതവിശ്വാസം ഏതായാലും ആ പരേഡിൽ പങ്കെടുക്കണം. ഓം ജയ ജഗദീശ ഹരേ എന്നുള്ള ഗാനം ഒന്നിച്ച് പാടണം. ഇത് പരേഡാണ്, വേറൊന്നുമല്ല. ആ പരേഡിൽ പങ്കെടുക്കാൻ പുള്ളി പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല, എൻ്റെ മതത്തിൻ്റെ കാര്യമൊന്നുമല്ല, ഇതൊരു സർവ ധർമ്മ സ്ഥലമല്ല ഇത്, ഇവിടെ പള്ളിയൊന്നുമില്ല, ഇവിടെ അമ്പലവും ഗുരുദ്വാരയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് കമാൻഡിങ് ഓഫീസർ പറഞ്ഞു. കമാൻഡിങ് ഓഫീസർ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മേൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് സൈന്യത്തിൻ്റെ രീതിയാണ്, നിങ്ങളത് പങ്കെടുത്തേ പറ്റുള്ളൂ, ഇറ്റ്സ് ആൻ ഓർഡർ എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ പങ്കെടുത്തില്ല. അങ്ങനെ ആയപ്പോൾ അയാളെ സേന പിരിച്ചുവിട്ടു. 2024 മെയ് 30 പിരിച്ചുവിട്ടത്. പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ ഇയാൾ ഉടനെ ഹൈക്കോടതിയിൽ പോയി, എന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു, സൈന്യത്തിൽ എൻ്റെ മതവിശ്വാസമാണ് എനിക്ക് വലുത്, സേനയാണ് എനിക്ക് വലുത്, എൻ്റെ മതത്തെ വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല, അതുകൊണ്ട് എന്നെ പിരിച്ചുവിട്ടിരിക്കുന്നത് തന്നെ എനിക്ക് പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഒന്നുമില്ലാതെ എന്നെ പിരിച്ചുവിട്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ തിരിച്ചെടുക്കണം, എനിക്ക് ആനുകൂല്യങ്ങൾ തരണം എന്ന് ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരെ നവീൻ ചൗളയും ശാലീന്ദർ കൗർ അടക്കമുള്ള ബെഞ്ച് പറഞ്ഞു, ഇത് സേനയുടെ ഭാഗമാണ്. സേന നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു മതത്തിൻ്റെ രീതിയൊക്കെ ആയിട്ട് തോന്നും, പ്രാർത്ഥനയും പൂജയും ഒക്കെ. അതും മതപരമല്ല. സൈന്യത്തെ ഒരുമിച്ച് നിർത്താൻ, അവർക്ക് വീര്യം പകർന്നു കൊടുക്കാനുള്ള ഒന്നാണ് സൈന്യത്തിൻ്റെ ഇത്തരം പൂജകളും പ്രാർത്ഥനകളും വാർ ക്രൈസും, യുദ്ധരംഗത്ത് വിളിക്കുന്ന ചില മുദ്രാവാക്യങ്ങളും. അതൊക്കെ കേൾക്കുമ്പോൾ ചില മതത്തിൻ്റെ അന്ന് തോന്നും, പക്ഷേ മതമൊന്നുമല്ല, അത് ആളുകൾക്ക് ആവേശം കിട്ടാനുള്ളതാണ്. സൈന്യത്തിൻ്റെ ഉണ്ടായ കാലം മുതലുള്ള രീതിയാണ് അത്, സെക്കുലർ തന്നെയാണ്. ആ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ നോക്കണ്ട, സൈന്യത്തിൻ്റെ ആവേശം ജ്വലിപ്പിക്കാനുള്ളതാണ്, അത് നടപ്പാക്കണമെന്നുള്ള ഓർഡറാണ്. നിങ്ങൾ കമാൻഡിങ് ഓഫീസറാണ്, ഈ ഉത്തരവ് നടപ്പാക്കേണ്ട ആളാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ മേലാവിൽ നിന്നുള്ള ഉത്തരവ് പാലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ അച്ചടക്ക നടപടിയാണ്, സൈന്യത്തിൻ്റെ നിയമത്തിനെതിരാണ്, നിങ്ങളെ പിരിച്ചുവിട്ടത് 100% ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് സമാനമായൊരു കേസുണ്ടായിരുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് 2-3 മുസ്ലിം ചെറുപ്പക്കാർ, എയർഫോഴ്സുകാരാണ്, അവർ തീരുമാനിച്ചു, ഞങ്ങൾ മീശ വെക്കത്തില്ല, എന്നിട്ട് താടി വളർത്തും. മുസ്ലിമുകൾ അങ്ങനെയാണല്ലോ, മീശ വെക്കാതെ താടി വളർത്താൻ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. വിശ്വാസപരമായി ആകെ ടർബൻ വെക്കാൻ സംഭവിച്ചിട്ടുള്ളത് ഭരണഘടനാപരമായുള്ള അവകാശം ആർക്ക് കൊടുത്തിട്ടുണ്ട്? സിഖുകാർക്ക് കൊടുത്തു, വേറെ ആർക്കും ഇളവുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിമുകളായതുകൊണ്ട് ഞങ്ങൾക്ക് മീശയില്ലാതെ താടി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ പിരിച്ചുവിട്ടു. സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, മതമൊക്കെ പള്ളി പറഞ്ഞാൽ മതി, പട്ടാളത്തിൽ മതമില്ല, പട്ടാളം പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞ് അന്ന് അവരെ പിരിച്ചുവിട്ടത് സുപ്രീം കോടതി ശരിവെച്ചിരുന്നു. ആ ജഡ്ജ്മെൻ്റ് കൂടെ കോട്ട് ചെയ്തിട്ടാണ് ഒരു മതേതര നിലപാട്. സൈന്യം എന്ന് പറഞ്ഞാൽ മതകാര്യങ്ങൾ, മതമാണ് വലുതെന്ന് പറഞ്ഞ ഒരുത്തനെയും, എനിക്ക് എൻ്റെ മതമാണ്, സൈന്യം പറയുന്നത് കേൾക്കത്തില്ല എന്ന് പറയുന്ന ഒരാളെയും വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല, അവരും വീട്ടിൽ പോയിരുന്നാൽ മതി എന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞു. അപ്പം നമ്മളിത് ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കരുതേ, നമ്മുടെ സൈന്യത്തിൻ്റെ സ്പെസിഫിക് വാർ ക്രൈസ് ഉണ്ട്. യുദ്ധ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പരേഡൊക്കെ ചെയ്യുമ്പോൾ മുക്കുന്ന ചില
മുദ്രാവാക്യം പോലെയുള്ള വാർ ക്രൈസ് എന്നാണ് പറയുന്നത്. അതെ, യുദ്ധത്തിന് വേണ്ടിയുള്ള നിലവിളിയല്ല, അതൊരു എന്താണ് ഹര ഹര മഹാദേവ എന്നൊക്കെ പറയുന്ന പോലെയുള്ള. ഇപ്പം നമ്മുടെ ബ്രഹ്മോസ് ഉണ്ടല്ലോ, കേരളത്തിലുള്ള ബ്രഹ്മോസ്, സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളതാണ് അവരുടെ വാർ ക്രൈ. അതുപോലെ രജ്പുത് റെജിമെന്റ് ഉണ്ട്. രജ്പുത് റെജിമെന്റിന്റെ വാർ ക്രൈസ് ബോലോ ബജറംഗ് ബലി കി ജയ്, ലോർഡ് ബജറംഗ്, ഹനുമാൻ ജയിക്കട്ടെ എന്നാണ് പറയുന്നത്. ബോൽ ബജറംഗ് ബലി കി ജയ് എന്നാണ് രജ്പുത് റെജിമെന്റിന്റെ വാർ ക്രൈ. ഗൂർഖയുടെ ഉണ്ട്, ഉണ്ട്. ജയ് മാകാലി ആയോ, അതെ ഗൂർഖ പറയുക, ജയ് മഹാകാലി ആയോ ഗൂർഖാലി എന്നാണ് പറയുന്നത്. വിക്ടറി ഓഫ് മഹാകാലി, ദ ഗൂർഖ ആർ ഹിയർ എന്നാണ്. ഞങ്ങൾ ഗൂർഖകൾ ഇവിടെയുണ്ട്, മഹാകാളി ജയിക്കട്ടെ എന്നാണ് അതിനർത്ഥം. അങ്ങനെ ഈ വീരമദ്രാസി അടികൊല്ലു എന്നാണ് മദ്രാസ് റെജിമെന്റ്. ബ്രേവ് മദ്രാസി, സ്ട്രൈക്ക് ആൻഡ് കിൽ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥം. ജാട്ട് ബൽവാൻ ജയ് ഭഗവാൻ, ഇങ്ങനെയൊക്കെയാണ് വാർ ക്രൈസ് ഉള്ളത്. പിന്നെ ജയ് മാകാളി എന്നുള്ളത് ഇവിടെ 8th ഗൂർഖ റൈഫിൾസിന്റെ മുദ്രാവാക്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിഖുകാർ പറയുന്നത് അവരുടെ ഗുരുവിനെ ഇതുമായി സിഖുമായിട്ട് ബന്ധപ്പെട്ട മതവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതൊന്നും മതപരമായിട്ട് കാണുന്നില്ല. ആ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇത് തന്നെയാണ്. അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ സേന ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ സേനയാണ് എന്താ പറയുന്നത്, ബോലോ തക്ബീർ അല്ലാഹു അക്ബർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ അത് തികച്ചും മതപരമായിട്ടുള്ള ഒരു മുദ്രാവാക്യം. ഒരു പാകിസ്ഥാനെ കുറിച്ച് പറയുന്നത് ഈ പറഞ്ഞ പോലെ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ ലേബൽ വെച്ചിരിക്കുന്ന ഒരു വ്യാജ രാഷ്ട്രമാണ്. കാരണം ഇവിടെ ബലൂചിസ്ഥാന് പാകിസ്ഥാനുകളായിട്ടൊരു ബന്ധമില്ല. അത് പഴയ കലാത്ത് രാജ്യമാണ്. അവിടെയാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു ശക്തിപീഠമുള്ളത് അവിടെയാണ്. സിന്ധ് വേറെ രാജ്യമാണ്. പഷ്തൂൺഖ അത് വേറെ ജനതയാണ്. അവരെ എല്ലാം കൂടെ വേറെ പിന്നെ പഞ്ചാബ് സിഖുകാരുടെ നാടാണ്. പഞ്ചാബ് അല്ലേ, നമ്മുടെ പഞ്ചാബ്, പാകിസ്ഥാൻ പഞ്ചാബ് എന്നാൽ നമ്മുടെ പഞ്ചാബിൻ്റെ അനക്ഷരാണ്. അപ്പോൾ ഇങ്ങനെ 4 രാജ്യങ്ങൾ, ഈ 4 രാജ്യങ്ങളാണ് പഞ്ചാബ്. ഇത് 4ഉം വേറെ ദേശീയതകളാണ്. അവർക്ക് പക്ഷെ അവരെ എല്ലാം ഒരു മതത്തിൻ്റെ ലേബൽ അങ്ങ് പുതപ്പിച്ചിട്ട് വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ ഇപ്പോൾ ചിലർ ഇപ്പോൾ ഇന്ത്യ 16ഓളം ദേശീയതകളാണ്, ഇതെല്ലാം പിരിഞ്ഞു പോകേണ്ട, ഓരോന്നും സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത്. EMS ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറഞ്ഞു. ആ പുസ്തകം പിന്നെ പിൻവലിച്ചു. കാരണം അകത്ത് പോയി ഉണ്ടേ വെള്ളം തന്നെ എന്നുള്ളത് പിൻവലിച്ചു. പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്നും ഒരു മതത്തിൻ്റെ, നമ്മൾ 16 ദേശീയതകളാണെങ്കിലും ഹിന്ദു മതമാണ്, ഹിന്ദു രാഷ്ട്രമാണെന്നുള്ള ഒരു സങ്കല്പമൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായി നമുക്ക് നാനാത്വത്വ ഏകത്വം എന്നുള്ള ഒരു സിദ്ധാന്തത്തിലൂടെയാണ് നമ്മൾ ഇന്ത്യ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവരങ്ങനെയല്ല. ഈ ഖൈബർ പഷ്തൂൺഖായും ബലൂജും സിന്ധും പഞ്ചാബും ഒക്കെ വേറെ ജനതകളും സംസ്കാരങ്ങളും ഗോത്രങ്ങളുമായിരിക്കെ അവരെല്ലാം നമ്മളെല്ലാം ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞ് വ്യാജമായ ഒരു നാറേറ്റീവ് ഉണ്ടാക്കി കെട്ടിവെച്ചു. എന്ന് ആ നാറേറ്റീവ് പൊളിയുന്നു അന്നത് 4-5 കഷ്ടങ്ങളായി പോകും. പക്ഷെ അതുകൊണ്ടാണ് അവർ ഈ മതം എല്ലാം അടിച്ചു. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇന്ത്യൻ ആർമി എടുത്തിരിക്കുന്ന രീതി. നമ്മൾ ഈ ചിലപ്പോഴൊക്കെ ഞാൻ ട്രെയിനിൽ പണ്ട് കണ്ടിട്ടുണ്ട്, ട്രെയിനിൽ ആർമി യൂണിറ്റുകൾ മാറിപ്പോകും. ഗുഡ്സ് വണ്ടികൾ ഇങ്ങനെ ടാങ്കുകൾ ഒക്കെ ആയിട്ട് അവരുടെ ട്രക്കുകളൊക്കെ കയറ്റി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ട്രക്കിൽ അവരുടെ ക്ഷേത്രം ഉണ്ടാവും. അവരവിടെ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠ ഉൾപ്പെടെ അവർ കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കും, മഹാകാളിയുടെ മുന്നിൽ പ്രാർത്ഥിക്കും. കാളി നമ്മുടെ ഒരു പല മിലിറ്ററി യൂണിറ്റുകളിലും 3 ഒരുമിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. അതെ, ഇസ്ലാമും സിഖും ഹിന്ദു എല്ലാം ഒന്നിച്ചുണ്ടാവും യൂണിറ്റ് മന്ത്രമായിട്ടൊക്കെ. ഇപ്പൊ നമ്മൾ സോഫിയ ഖുറേഷി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വീര യോദ്ധാവിനെ പരിചയപ്പെട്ടില്ലോ നമ്മുടെ ഈ സിന്ദൂറിന്റെ കാലത്ത്. അവരുടെ പിതാവ് അവിടെ പ്രീച്ചറാണ്, മതപണ്ഡിതനാണ്, മുസ്ലിം മതപണ്ഡിതനാണ് ഇവിടെ സേനയിൽ. ഇതൊക്കെയുണ്ട് സൈന്യത്തിൽ. പക്ഷെ നമ്മുടെ ഇത്തരം പൊതുവിൽ നോക്കുമ്പോൾ നമ്മുടെ വാർ ക്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കാവിക്കുടി, ഇപ്പൊ ഇവിടെ കാവിക്കുടി കണ്ട വിരൽ പിടിക്കുന്നവരുണ്ട്. സൈന്യത്തിന്റെ ക്ഷേത്രങ്ങളിൽ കാവിക്കുടിയുണ്ട്. അത് ഇവിടെ പറയുന്ന സംഘപരിവാറിന്റെയോ സംഘത്തിന്റെയോ കൊടിയൊന്നുമില്ല. അത് ഹിന്ദു എന്നുള്ള ഒരു മതത്തിന്റെ പ്രതീകമായി കാണുന്ന കൊടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്രയും കാലം ജവാനായിട്ട് 2017 ജോയിൻ ചെയ്ത ആർമി ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത നമ്മുടെ സാമുവൽ കലേശന് ഇതൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം കമാൻഡിങ് ഓഫീസറായപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി, ഇനി എനിക്ക് ഈ സിഖുകാരുടെയും ഹിന്ദുക്കളുടെയും ഒന്നും പ്രാർത്ഥനയിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. അത് ആരതി പരേഡാണ്, ആ പരേഡിൽ പോലും ഞാൻ പങ്കെടുക്കത്തില്ല എന്ന് തീരുമാനിക്കുന്നു.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിശയിച്ചു പോകുന്നത് സാധാരണ മതം, എൻ്റെ മതമല്ലാതെ മറ്റൊന്നുമില്ല, എൻ്റെ ദൈവം മാത്രമാണ് ശരി എന്നൊക്കെ ശഠിക്കുന്ന ആളുകൾ, അല്ലാത്തവരൊക്കെ കാഫിറുമാരാണെന്നൊക്കെ പറഞ്ഞ ഇസ്ലാം സഹോദരങ്ങളാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകൾ നമ്മുടെ സൈന്യത്തിൽ വലിയ വലിയ റാങ്കുകളിലുണ്ട്. അവരാരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ച് അവർ സൈന്യത്തിൽ ചേർന്ന് കഴിയുമ്പോൾ അവർ ഇന്ത്യക്കാരനാണ്. ഇന്ത്യൻ ഫൗജി എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനും പ്രാണനുമൊക്കെയാണ്. അവരങ്ങനെ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ സാമുവൽ കലേശൻ, അദ്ദേഹം പേര് കേട്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ തമിഴ്നാട്ടുകാരനായിരിക്കാം. ഏതായാലും തമിഴ്നാട്ടുകാരനാണേലും കേരളീയനാണേലും അദ്ദേഹമാണ് ചരിത്രത്തിൽ ആദ്യമായി പട്ടാളത്തിൽ പോയി എനിക്ക് പട്ടാളത്തിനേക്കാൾ വലുത് മതമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ മലയാളി ആവാനാണ് സാധ്യത. കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, ഒരു പെൺകുട്ടി, മലയാളി പേരൊന്നും എനിക്കറിയത്തില്ല, പെൺകുട്ടിയോട് ബോംബെയിൽ നിന്നുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പഹൽഗാം ആക്രമണത്തെ പാകിസ്ഥാൻ വന്ന് വെടിവെക്കട്ടെ എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ അവളുടെ അടുത്ത്, അപ്പോൾ നിങ്ങളുടെ ബോംബെയിൽ വന്ന് വെടിവെച്ചാലോ, വരട്ടെ, പാകിസ്ഥാൻ വന്ന് ബോംബെയിൽ നിന്ന് വെടിവെക്കട്ടെ, ഫയർ ചെയ്യട്ടെ, കുറേ ആളുകളെ കൊല്ലട്ടെ. അപ്പോൾ അടുത്ത് എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെയൊക്കെ ഒരുപാട് ഷാരൂഖ് ഖാനും അങ്ങനെയൊക്കെയുള്ളവരില്ലേ, ഞാനും ഈ ഒരു സെലിബ്രിറ്റിയാണ്, ഞാനൊരു ആക്ട്രസ്സാണ്, എന്തുകൊണ്ടാണ് ഇവരുടെ സിനിമകളിൽ എന്നെ അഭിനയിപ്പിക്കാത്തത്? അതുകൊണ്ട് ബോംബെക്കാരൊക്കെ വെടിവെച്ച് കൊല്ലട്ടെ എന്നൊരു മലയാളി ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന വീഡിയോ ഇപ്പോൾ വൈറലാണ്. അപ്പം മലയാളി കാരണം ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരത്തിനെ വിളിച്ച് ദുബായിൽ സ്വീകരണം കൊടുക്കുന്നത് മലയാളി, വീണ്ടും ഭീകരർ വന്ന് ബോംബെയിലും വന്ന് വെടിവെച്ച് കൊല്ലട്ടെ എന്ന് പറയുന്നത് മലയാളി, പട്ടാളത്തിൽ പോയിട്ട് കമാൻഡിങ് ഓഫീസർ പദവിയിലിരുന്നിട്ട് എനിക്ക് എൻ്റെ മതമാണ് വലുതെന്ന് പറയുന്നത് മലയാളിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരാൾ. മലയാളിക്ക് ബഹുവിശേഷമാണ് പുറത്തിറങ്ങിയ നോർത്ത് ഇന്ത്യക്കാർ കിട്ടും. മലയാളി എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ അടിയിരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും നമ്മൾ പറയും നമ്പർ 1 കേരളം ഡാ, മലയാളി ഡാ, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.